ഒരു 4-5 മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ? അങ്ങനെ തന്നെ പറയണേ. എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ. നല്ല നന്ദികേട് ഭയങ്കര നല്ലതാ. പിന്നെ ഗോഡ്സ് ഗ്രേസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ബാലയ്ക്കെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി എലിസബത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വീഡിയോ ആണ് പുള്ളിക്കാരി ചെയ്തിട്ടുള്ളത്. എത്രയാണ് 1 മണിക്കൂറോളം? ഇത്രയും ലെങ്ത് ഉള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് അത്രത്തോളം പറയാനുണ്ടാകും അല്ലെ? ശരിയാണ്, ഇത്രയും കാലം ബാലയുടെ ഭീഷണി പുറത്ത് പുള്ളിക്കാരി മൗനം പാലിച്ചിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പൊ പിന്നെ 1 മണിക്കൂറൊന്നും തികഞ്ഞൊന്നും വരില്ല. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നുണ്ട്. അതെല്ലാം ഒന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര ലെങ്ത് ആയി പോകും, വീഡിയോ ഭയങ്കര ബോറിംഗ് ആയിട്ട് മാറുകയും ചെയ്യും. 1 മണിക്കൂർ നീളമുള്ള ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് 2-2.5 മണിക്കൂർ തികയാണ്ട് വരും അല്ലെ? നമ്മൾ എന്തായാലും അതിലെ മെയിൻ പോയിന്റ്സ് മാത്രം എടുത്തൊന്ന് സംസാരിക്കാം. നമുക്കറിയാം ബാലയും എലിസബത്തും തമ്മിൽ ഇപ്പൊ നിലവിൽ വേർപിരിഞ്ഞു അല്ലെ? പുള്ളിക്കാരി ഒഴിവാക്കിയിട്ടാണ് ബാല ഇപ്പൊ കോകില എന്ന് പറയുന്ന മാമന്റെ മോളെ വിവാഹം ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് ബാല അമൃത സുരേഷ് എന്ന് പറയുന്ന പാർട്ടിക്കാരി വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തമ്മിലെ ഡിവേഴ്സിന്റെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും എലിസബത്തുമായി പിരിഞ്ഞതിന് ശേഷം ബാല എലിസബത്തിനെ പല രീതിയിലും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? മെയിൻ ആയിട്ടുള്ള ദ്രോഹം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള ദ്രോഹമാണ്. അതായത് ഇവർ രണ്ടുപേരും പിരിഞ്ഞു പോയിട്ടും ബാല പിന്നീട് ചെയ്യുന്ന എന്താണ്? കോകിലയുമായി ഓരോരോ ഇന്റർവ്യൂകൾ കൊടുക്കുന്നു. ആ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് എലിസബത്തിനെ കുറിച്ച് മോശം പറയുന്നു. PR വർക്ക് ഉപയോഗിച്ചുകൊണ്ട് എലിസബത്തിനെതിരെ മോശം കമന്റുകൾ ഇടിപ്പിക്കുന്നു. അവളെ മോശക്കാരിയായി സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കണ്ടിരിക്കുന്നതിന് ഒരു പരിധിയില്ലേ? സ്വാഭാവികമായിട്ടും എലിസബത്ത് പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പൊ എലിസബത്ത് രംഗത്ത് വന്നിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ബാല PR വർക്ക് ഉപയോഗിച്ചുകൊണ്ട് എലിസബത്തിനെതിരെ കമന്റുകൾ ഇടിപ്പിക്കുന്നു എന്നുള്ളത്. അങ്ങനെ PR വർക്ക് ഉപയോഗിച്ച് എലിസബത്തിനെതിരെ നിരന്തരമായി കസ്തൂരി S എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എലിസബത്തിനെയും ബാലയും അറിയാവുന്ന വ്യക്തിയാണ് ഞാൻ എന്ന രീതിയിലാണ് ആ അക്കൗണ്ടിൽ നിന്നുള്ള കമന്റുകളൊക്കെ. അപ്പൊ ആ അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റുകൾ എടുത്തു വെച്ചിട്ട് അതിനൊരു വോയിസ് ഓവർ എന്ന രീതിയിലാണ് എലിസബത്ത് സംസാരിക്കുന്നത്. നമ്മൾ എന്തായാലും എലിസബത്ത് സംസാരിക്കുന്ന ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. പിന്നെ വീഡിയോ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എലിസബത്ത് സംസാരിക്കുമ്പോൾ തന്നെ എലിസബത്ത് കാണിച്ച ആ കമന്റുകൾ നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ, എന്നാലേ കാര്യം മനസ്സിലാവത്തുള്ളൂ. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഈ സ്ക്രീൻഷോട്ടിലും നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരുന്നു. എലിസബത്ത് is putting videos with her new boyfriend publicly. ഓ, ഞാൻ അറിഞ്ഞായിരുന്നില്ല. ആരാണത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ അവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ഡിപ്രഷനിലാണ്. എനിക്ക് ആക്ച്വലി തമാശയിലൊക്കെ കണ്ടിട്ട് തോന്നുന്നത്, പക്ഷെ എന്തായാലും പറയണതാണല്ലോ. ഞാൻ ആക്ച്വലി അഹമ്മദാബാദിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കൊലീഗിനോടും പറഞ്ഞായിരുന്നു എൻ്റെ ഒപ്പം ഇരുന്നിട്ടൊരു ഫോട്ടോ ഇടുമെന്ന്. കാരണം ആൾക്കാരൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു എന്നും അതുപോലെ തന്നെ എന്താണ് ബോയ് ഗേൾഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഇപ്പം അങ്ങനെയാണ് പറയാറ്. അതുപോലെ തന്നെ ഞാൻ കാരണം ആരൊക്കെയോ മരിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അമൃത ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊന്നും ഒന്നും കണ്ടിട്ടില്ലേ? ഓക്കെ, വലിയ ആൾക്കാരൊന്നും മിണ്ടില്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ ചെറിയ കുറച്ച് സ്ത്രീകളൊക്കെ ഇല്ലേ, ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ കണ്ട സ്ത്രീകൾ, ഓരോരുത്തരുടെ അവസ്ഥ കണ്ട ഇങ്ങരുടെ അവസ്ഥ കണ്ട സ്ത്രീകൾ, ആർക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 4-5 മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ? അങ്ങനെ തന്നെ പറയണേ. ഇനി അതൊക്കെ അൺപാർലമെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് നടത്തിയ കാര്യമാണല്ലോ. എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ. നല്ല നന്ദികേട് ഭയങ്കര നല്ലതാ. പിന്നെ ഗോഡ്സ് ഗ്രേസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഈവിൾ വുമൻ. നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ട് ഈ കമന്റ് ഒക്കെ ഇടുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഇവിടെ എലിസബത്ത് അവസാനം പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ടാണ് ഈ കമന്റുകളൊക്കെ ഇടുന്നതെന്ന് എനിക്ക് നന്നായി അറിയാമെന്നുള്ളത്. വിച്ച് മീൻ ഈ കമന്റ് ഇട്ട ഐഡിയ എന്ന് പറയുന്നത് ബാലയുടെ കാമുകിന്റെ ഫേക്ക് ഐഡിയ ആണ് എന്നുള്ളതാണ് പുള്ളിക്കാർ ഇവിടെ ഉദ്ദേശിച്ചത്. അത് ഇൻഡയറക്റ്റ് ആയി പുള്ളിക്കാർ പറഞ്ഞു എന്ന് മാത്രം. എനിവേ, ഇവരിവിടെ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് എലിസബത്തിന് മറ്റൊരു കാമുകനുണ്ട്, അവരുമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അല്ലേ. പക്ഷെ എലിസബത്തിനെ കൊണ്ടുള്ള എവിടെ അങ്ങനെ ഒരു ഫോട്ടോ കാണാൻ പറ്റത്തില്ല. ചുമ്മാ അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കന്നെ. ഇതിനെല്ലാം മറുപടി എന്നോണം, ബാലയോട് എന്നോണം എലിസബത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾ വയ്യാതെ കിടന്നപ്പോ നിങ്ങളെ നോക്കിയത് ഞാനല്ലേ? നിങ്ങളുടെ തീട്ടവും മൂത്രമൊക്കെ ഞാൻ കോരിയിട്ടില്ല ഒരുപാട്. അതിനുള്ള നന്ദി ഇങ്ങനെ തന്നെ കാണിക്കണം എന്നുള്ള രീതിയിൽ അല്ലേ. നമുക്കറിയാം, ഒരു സമയത്ത് ബാലയ്ക്ക് കറണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബാലയുടെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്തത് എലിസബത്ത് ആയിരുന്നു. ആ എലിസബത്തിനെ കുറിച്ച് തന്നെയാണ് പുള്ളിക്കാരൻ ഫേക്ക് ഐഡി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. അറ്റ്ലീസ്റ്റ് അതിന്റെ
എങ്കിലും കാണിക്കടോ. ഒരു വ്യക്തി എങ്ങനെ നന്ദി കെട്ടവനാകുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ബാല എന്ന് പറയുന്നത്. ഇതിനേക്കാളും വലിയൊരു ഉദാഹരണം നമുക്ക് കാണിച്ചു തരാനില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ബാലയും എലിസബത്തും തമ്മിലുള്ള വിവാഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ എലിസബത്ത് പറയുന്നുണ്ട്. അതും ഈ ഫേക്ക് ഐഡിയിൽ നിന്ന് വന്ന കമന്റ് വായിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി പറയുന്നത്. നമ്മൾ എന്തായാലും കൂടി ഒന്ന് കേട്ടോക്കാം. ഓ മൈ ഗോഡ്, പുള്ളിക്കാരൻ എന്നെ വൈഫായിട്ട് വിചാരിച്ചു, ഞാൻ എന്നെ കല്യാണം കഴിക്കാൻ വിചാരിച്ചു, അല്ലാണ്ട് ഞാനല്ല വിചാരിച്ചതല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷനൊക്കെ വന്ന ആൾക്കാർ പൊട്ടന്മാരാ. അതിൽ കുറേ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്നെങ്കിൽ കള്ളന്മാരല്ലെങ്കിൽ പൊട്ടന്മാരായിരിക്കണം. പൊട്ടന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത് ഞങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും കല്യാണമല്ല എന്നാണല്ലോ പറഞ്ഞത്. ഈ പറയുന്ന വ്യക്തി കല്യാണത്തിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലം പുള്ളിക്കാരനോട് മിണ്ടാതിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. ഓക്കെ, വട്ടവർ. പിന്നെ ഫിയാൻസിന്ന് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അതാണ് പുള്ളിക്ക് പറ്റിയ തെറ്റ്. ഓ മൈ ഗോഡ്. ഓക്കെ, അതാണ് ഈ പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നു. അതായത് എലിസബത്തും ബാലിയും തമ്മിലുള്ള വിവാഹ ചടങ്ങുകളൊക്കെ നടന്നെങ്കിൽ കൂടിയും ഇവർ ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ലീഗലി നോക്കുന്ന സമയത്ത് രണ്ടുപേരും മാരീഡ് അല്ല. പക്ഷെ ഇവര് തമ്മിൽ കല്യാണം കഴിച്ചതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് ബാലിന്റെ ടീംസ് കുറെ പ്രചരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഈ പ്രചരിക്കുന്ന ഫോട്ടോസ് അല്ല എന്ന് പറയുന്നത് പ്രീ വെഡിങ് ഫോട്ടോസ് ആണ്. അതായത് കല്യാണം ഉറപ്പിക്കുന്നതിന്റെ ചടങ്ങിന്റെ ഫോട്ടോസ് ആണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു കമന്റ് എടുത്ത് വെച്ചിട്ടാണ് എലിസബത്തോട് സംസാരിച്ചത്. കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഫംഗ്ഷന് വന്നവരെല്ലാം പൊട്ടന്മാരാണ് എന്നുള്ള രീതി. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടാകും അല്ലെ, എന്തുകൊണ്ട് ചടങ്ങുകളൊക്കെ നടത്തിയിട്ടും ഇവർ തമ്മിലുള്ള കല്യാണം ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന്. അതിനുള്ള കാരണം 2 ദിവസം മുന്നേ എലിസബത്ത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചടങ്ങുകളെല്ലാം കഴിഞ്ഞു എലിസബത്തിന്റെ കഴുത്തിൽ ബാല താലിമാല വരെ അണിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ലീഗലി മാരേജ് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയ സമയത്ത് ബാല പറയാണ് ഇപ്പൊ മാരേജ് രജിസ്റ്റർ ചെയ്യണ്ട, എനിക്ക് 42 വയസ്സ് വരെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് എന്ന്. എലിസബത്ത് അത് വിശ്വസിക്കുകയും ചെയ്തു. ആ ഒരു കാരണം പറഞ്ഞ് മനഃപൂർവ്വം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് ബാല തടയുകയായിരുന്നു. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ബാല വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചു എന്നതിന് ഉത്തരം നമുക്ക് കിട്ടും. കാരണം ഈ ബാല തന്നെ ഒരേ സമയം ഒരുപാട് പെൺകുട്ടികളുമായി കൊണ്ടു നടക്കുന്ന വ്യക്തിയാണെന്ന് എലിസബത്ത് മുമ്പൊരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ചു കാലം എലിസബത്തിനെ കൂടെ പൊറപ്പിച്ചിട്ട് നൈസായിട്ട് തട്ടാമെന്ന് പുള്ളിക്കാരൻ ചിന്തിച്ചു കാണണം. അതുകൊണ്ടാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പുള്ളിക്കാരൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു മുടക്കിയത്. ശരിക്കും വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഒരുപാട് നൂലാമാലകൾ ഉണ്ടാകും. ഒഴിവാക്കുന്ന പെണ്ണിന് പാരിതോഷികമൊക്കെ കൊടുക്കേണ്ടി വരും. ഇനി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ സുഖമായിട്ട് ഒഴിവാക്കാമല്ലോ. ബാലിന്റെ ഓരോരോ ബുദ്ധിയെ. എന്തായാലും എലിസബത്തിന് പറയാനുള്ള ബാക്കി കൂടി കേട്ടോക്കാം. എലിസബത്ത് സീംസ് ഹാപ്പി ആൻഡ് മൂഡ് ഓൺ. ഓ മൈ ഗോഡ്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, നല്ലതാ. ആദ്യമായിട്ട് ഒരാളിനും ഞാൻ ഹാപ്പി ആൻഡ് മൂഡ് ഓൺ എന്ന് പറഞ്ഞേ. ഓക്കെ, വേറൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഒരാൾ മൂവ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ തരത്തിൽ ചിത്രീകരിച്ചിട്ടൊരു വീഡിയോ ഒക്കെ മുമ്പ് വന്നായിരുന്നു. അതിനെ പറ്റിയിട്ട് വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടിടാം. എന്തായാലും ഇപ്പോഴത്തെ പ്രസന്റ് നടക്കുന്ന വീഡിയോ ആണല്ലോ വേണ്ടത്. വൈ ഫീലിംഗ് സോറി ഫോർ ആസ് ഇഫ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ലൈഫ്. ഓ മൈ ഗോഡ്, യു ആർ വെയിറ്റിംഗ് ഫോർ മൈ ഡെത്ത്. എനിക്കറിയാം നിങ്ങൾ പണ്ടേ അതൊക്കെ വെയിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ മാത്രമല്ല, ആ ഒരു സെറ്റ് ഫുൾ അത് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത് ശരി, അങ്ങനെയൊക്കെ അല്ലേ. എന്തൊക്കെയാണ് ഇവര് പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത്? ഭാര്യയുമായി പിരിഞ്ഞതിന് ശേഷം എലിസബത്തെ ഹാപ്പി ലൈഫാണ് മുന്നോട്ട് നയിക്കുന്നതെന്ന് ഇവരെന്നെ അങ്ങ് പറഞ്ഞുണ്ടാക്കാണ്. അതിന് പിന്നിലൊരു തന്ത്രമുണ്ട്. ഭാര്യയുമായി പിരിഞ്ഞതിന് ശേഷം എലിസബത്ത് ഹാപ്പി ആണെന്ന് പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ ഇത് കേൾക്കുന്നവരെന്തായിരിക്കും വിചാരിക്കുക? എലിസബത്തായിട്ട് ഭാര്യ ഒഴിവാക്കിയതാണ് എന്നുള്ളതാണ് അല്ലെ. അങ്ങനെ ഒരു ചിന്ത കേൾക്കുന്നവരിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. ഭാര്യയായിട്ട് പിരിഞ്ഞു, എലിസബത്ത് ഹാപ്പിയാണ്, പുതിയ കാമുകനായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുകയാണെന്ന്. അങ്ങനെയുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ തന്ത്രം എന്ന് പറയുന്നത്. ഇതിനൊക്കെ എന്താണ് വിളിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞൊരു നിർണായക വെളിപ്പെടുത്തൽ എലിസബത്ത് നടത്തുന്നുണ്ട്. അതും കൂടി കണ്ടു നിർത്താം. അത് നമ്മുടെ ലൈഫ് ലോസ് ചെയ്താലും വലിയ കുഴപ്പമില്ല. ഞാൻ ഓൾമോസ്റ്റ് 1 വർഷം പഠിച്ച എൻ്റെ MD എൻട്രൻസ് എക്സാമിൻ്റെ 1 മന്ത് മുമ്പാണ് അത് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഈ MD എക്സാമിൻ്റെ 1 മാസം മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അന്ന് ഹോൾ ടിക്കറ്റ് എടുക്കാൻ സമ്മതിച്ചില്ല, എക്സാം എഴുതാൻ സമ്മതിച്ചില്ല. അതായത് ഞാൻ ഒരു 1.5 വർഷം ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു. അത് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. കുറേ കാലം ഓർക്കൊഴിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെ തന്നെയാണ് പഠിച്ചോണേ. അപ്പോൾ ഓക്കെ, അത്രയ്ക്ക് ഇഷ്ടമുള്ള കാരണമാണ്. ഓക്കെ, ഇനി ആ ഒരു പ്രശ്നം കാരണം ലൈഫ് ഇല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഒരു വഴക്കുണ്ടായപ്പോൾ നല്ലൊരു അടി കിട്ടിയായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അടി. ഒരു 5-6 സെക്കൻഡിലേക്ക് ഒരു ഗ്രേ കളറാണ് അടി കിട്ടി കഴിഞ്ഞിട്ട്. അതെന്താണെന്നറിയില്ല. ഞാൻ ഡോക്ടറാണ്, പക്ഷെ എനിക്കറിയില്ല എന്താണ് ആ ഒരു കാരണം. ഓക്കെ, വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്നു. വൈ ഫീലിംഗ് സോറി ഫോർ ഹെർ ആസ് ഇഫ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ലൈഫ്. എന്താല്ലേ, ഇതിനൊന്നും പറയാൻ വാക്കുകളില്ല. MBBS കിട്ടുക, ഡോക്ടർ ആവുക എന്നൊക്കെ പറയുന്നത് ഇന്ന് പലരുടെയും സ്വപ്നമാണ്.
പലരും ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം അച്ചീവ്മെന്റ് ആണത്. അതുവരെ എലിസബത്ത് നേടിയെടുത്തിട്ടും തുടർ പഠനത്തിന് അനുവദിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ, ഹോൾ ടിക്കറ്റ് വന്നിട്ടും എക്സാം എഴുതാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഇയാളുടെ മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു പക്ഷേ തന്നെക്കാളും മുകളിൽ എലിസബത്ത് വരുന്നത് പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ട് കാണില്ല, ഒരു കോംപ്ലക്സ് വർക്കൗട്ട് ആയി കാണണം. അതുകൊണ്ടാകണം എക്സാം ഒന്നും എഴുതാൻ സമ്മതിക്കാതിരുന്നത്. അന്ന് അതിന്റെ പേരിൽ വഴക്കുണ്ടാവുകയും ഭാര്യയിൽ നിന്നും എലിസബത്തിന് നല്ലൊരു അടി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണ്ട, ഉത്തമ ഭാര്യയായിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്ന എലിസബത്തിന്റെ മനസ്സുണ്ടല്ലോ, പുള്ളിക്കാരിക്ക് അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം വീട്ടുകാരെ ധിക്കരിച്ച് പുള്ളിക്കാരന്റെ കൂടെ പോയതല്ലേ. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും സഹിച്ചിട്ടും ഭാര്യയുടെ ആളുകൾ ഇപ്പൊ പറഞ്ഞു വരുത്തുന്ന എന്താണ്? അവളുടെ ജീവിതം നഷ്ടപ്പെട്ടാലും അവളോട് സഹതാപം തോന്നേണ്ട ആവശ്യമില്ല എന്നാണ് അല്ലേ. എന്തായാലും കൊള്ളാം ഭാര്യന്റെ PR വർക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു കിടപ്പ് വശം എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് എലിസബത്ത് പറയുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരുടെ വെളിപ്പെടുത്തലിന്റെ വെറും ഭാഗം മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി വേണമെങ്കിൽ ബാക്കി ഭാഗങ്ങളും കൂടിയും ഈ വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.